രാമോജി ഫിലിം സിറ്റിയിലെ കാഴ്ചകളിലൂടെ യാത്രാസംഘം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യ ലൊക്കേഷനിൽ ബസ് ഇറക്കിയ യാത്രാസംഘത്തിലെ ഓരോരുത്തരും അത്യുത്സാഹത്തോടെ യാത്രാ ഗൈഡിൻ്റെ നിർദ്ദേശാനുസരണം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കാണുന്ന ഓരോ കാഴ്ചകളും വലിയൊരു അത്ഭുതമായി തന്നെയാണ് ഓരോരുത്തർക്കും അനുഭവപ്പെടുന്നത്. കാരണം ഓരോ സിനിമയ്ക്ക് വേണ്ടി ഓരോ കാലഘട്ടങ്ങളിൽ ഇട്ട സെറ്റാണ് ഈ നമ്മുടെ മുൻപിലൂടെ കടന്നു പോകുന്നത് എന്ന് ഒരിക്കലും നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നതല്ല. ഇപ്പോൾ നാം എത്തിച്ചേർന്നിരിക്കുന്നത് പൗരാണിക സിനിമകളിലെ രാജകീയ ദർബാറിനായി ഒരുക്കിയ ഒരു ഹാളിലേക്കാണ്. പഴയ കാലങ്ങളിൽ രാജകീയ ദർബാർ എങ്ങനെയുള്ള അന്തരീക്ഷത്തിലാണ് നടന്നിരുന്നതെന്നും എങ്ങനെയുള്ള കൊത്തുപണികളോടുകൂടിയ രാജകീയ വൈഭവം വിളിച്ചോതുന്ന രാജകീയ ദർബാറുകളാണ് അന്നത്തെ കാലത്തുണ്ടായിരുന്നതെന്നും ഏതൊരു യാത്രികനും മനസ്സിൽ തട്ടുന്ന വിധം കാണിച്ചു കൊടുക്കുന്ന അത്ര മനോഹരമായ ഒരു സെറ്റിലേക്കാണ് നാം എത്തിച്ചേർന്നിരിക്കുന്നത്. രാജാവിന് ഉപവിഷ്ടനാകുവാൻ ഉള്ള പ്രത്യേക സീറ്റിംഗ് ഫെസിലിറ്റിയും അതുപോലെ തന്നെ രാജദർബാറിലെ മറ്റ് അംഗങ്ങൾക്ക്, മന്ത്രിമാർക്ക്, രാജകീയ പുരോഹിതർക്ക്, അങ്ങനെ രാജസദസ്സിലെ പ്രധാന അംഗങ്ങൾക്കെല്ലാവർക്കും ഉള്ള ഇരിപ്പിടങ്ങൾ, രാജകീയ സദസ്സിൻ്റെ മഹത്തായ പ്രൗഢിയും മഹിമയും വിളിച്ചോതുന്ന രീതിയിലുള്ള നിർമ്മിതികളും ഒക്കെ കൊണ്ട് ഏതൊരു കാണിയെയും അത്ഭുത സ്തബ്ധനാക്കുന്ന രീതിയിലാണ് ഓരോ രാജകീയ ദർബാറും സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ കാണുന്ന സെറ്റ് ഒറിജിനലാണോ അതെയോ ഏതോ സിനിമയ്ക്ക് വേണ്ടി ഇട്ട സെറ്റാണോ എന്ന് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലാണ് ഇത് ഒരുക്കിയിരിക്കുന്നത്. അങ്ങനെ ഈ രാജകീയ ദർബാർ ഹാളും കണ്ട് നാം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകാനുള്ള ബസ് റെഡിയാണ്. അങ്ങനെ രാമോജി ഫിലിം സിറ്റിയുടെ വിസ്മയ കാഴ്ചകളിൽ ഒന്നുകൂടിയായ പ്രത്യേകം ഡിസൈൻ ചെയ്ത ബസ്സിൽ നമ്മുടെ അടുത്ത ലൊക്കേഷനിലേക്കുള്ള യാത്ര തുടരുകയാണ്. ഇങ്ങനെ യാത്ര തുടരുമ്പോൾ ബസ് കടങ്ങൾ വളരെയേറെ മനോഹരമായി ചെടികൾ കൊണ്ട് അലങ്കരിച്ച റോഡിന് കുറുകെയാണ് നാം ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. തലങ്ങും വിലങ്ങും രാമോജി ഫിലിം സിറ്റിയുടെ പ്രത്യേക ബസ്സുകൾ നിറഞ്ഞൊഴുകുന്ന യാത്രികരെയും കൊണ്ട് തങ്ങളുടെ സഞ്ചാരം തുടരുകയാണ്. ഒന്നിനു പുറകെ ഒന്നായി അനേകം ഇത്തരം ബസ്സുകളാണ് ഓരോ ഡെസ്റ്റിനേഷനും കവർ ചെയ്ത് അടുത്ത ലക്ഷ്യത്തിലേക്ക് യാത്രികരെയും കൊണ്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. എവിടെ തുടങ്ങിയെന്നോ എവിടെ തീരുമെന്നോ എവിടെ തീരണമെന്നോ ഒരു യാത്രികന് പോലും യാതൊരു വിധ ലക്കുമില്ലാത്ത ഒരു യാത്രയാണ് ഓരോ യാത്രയും. കാരണം ഇതിൻ്റെ ആരംഭം എവിടെയാണെന്നോ ഇതിൻ്റെ അന്ത്യം എവിടെയാണെന്നോ ഏതൊക്കെ കാഴ്ചകളാണ് ഇപ്പോൾ കാണാൻ പോകുന്നതെന്നോ ഏതൊക്കെ ഫിലിമിന് വേണ്ടി ഇട്ട സെറ്റാണെന്നോ യാതൊരു നിശ്ചയവുമില്ലാതെ ഈ ബസ്സിലെ ടൂർ ഗൈഡിൻ്റെ സമ്പൂർണ്ണ നിയന്ത്രണത്തിൽ ഓരോ യാത്രയും മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് നാം എത്തിച്ചേരുമ്പോഴേക്കും മറ്റ് 2 ബസ്സുകൾ നിറയെ അവിടെ യാത്രികർ എത്തിച്ചേർന്നിരുന്നു. ഉള്ളിലേക്ക് നാം കടക്കുമ്പോൾ നമ്മെ പിന്നെയും അതിശയിപ്പിക്കുന്ന ഒരു സെറ്റാണ് നമ്മുടെ മുന്നിലേക്ക് എത്തുക. ഏതോ ചരിത്ര സിനിമയ്ക്ക് വേണ്ടി ഇട്ട ഒരു സെറ്റാണ്. രാജകീയ പ്രൗഢി വിളിച്ചോതുന്ന മനോഹരമായ ഒരു സെറ്റ്. നിറയെ ലൈറ്റിങ്ങും നല്ല കളർ സ്കീമും ഒപ്പം രാജകീയ പ്രൗഢി വിളിച്ചോതുന്ന അകതളങ്ങളും അങ്ങനെ വളരെ മനോഹരമായി ഒരുക്കിയിരിക്കുന്ന ഒരു സെറ്റിലേക്കാണ് നാം ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. അങ്ങനെ
ആ സെറ്റിൽ നിന്നും ധാരാളം ഫോട്ടോകളും എടുത്ത് ഇത്തരം അത്ഭുത നിർമ്മിതികൾക്ക് നേതൃത്വം നൽകുന്ന ടീമിനെ മനസ്സിൽ അഭിനന്ദിച്ച് യാത്ര മുന്നോട്ട് നീങ്ങുകയാണ്. ആ സെറ്റിൽ നിന്നും പുറത്തിറങ്ങി അടുത്ത ബസ് കയറി നാം അടുത്ത ലക്ഷ്യസ്ഥാനത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ നാം നീങ്ങുമ്പോൾ നമ്മുടെ മുന്നിലേക്ക് മറ്റൊരു മഹാനിർമ്മിതിയാണ് എത്തിച്ചേരുന്നത്. ഈ രാമോജി ഫിലിം സിറ്റിയിലെ ഏതൊരു മുക്കിലും മൂലയിലും നമ്മെ അത്ഭുത പരതന്ത്രരാക്കുന്ന കാഴ്ചകൾ മാത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഇവിടെയുള്ള വിഗ്രഹങ്ങളായാലും പൂന്തോട്ടങ്ങളായാലും വെട്ടി ഒരുക്കി മനോഹരമായി നിർത്തിയിരിക്കുന്ന ചെടികളായാലും അതുപോലെ തന്നെ മരങ്ങളായാലും ഓരോന്നും ഓരോ അത്ഭുതമായാണ് നമുക്ക് തോന്നുക. ഏതോ ഒരു സ്വപ്ന ലോകത്തിൽ എത്തിച്ചേർന്ന ഒരു പ്രതീതി കൂടിയാണ് നമുക്ക് അനുഭവപ്പെടുക. കാരണം ഹൈദരാബാദ് പോലെ ഏറ്റവും കൂടുതൽ ചൂടുള്ള ഒരു സിറ്റിയിൽ ഇത്തരം അത്ഭുത നിർമ്മിതികൾ ഉണ്ടാക്കുക എന്നത് തന്നെ ഏറ്റവും ചാലഞ്ച് നിറഞ്ഞ ഒരു പ്രവൃത്തി കൂടിയാണ്. റോഡിന് രണ്ട് വശങ്ങളിലുമായി മനോഹരമായി നട്ടുപിടിപ്പിച്ചിരിക്കുന്ന മരങ്ങളും അതിന് നടുവിലായി സ്ഥാപിച്ചിരിക്കുന്ന വിളക്കുകാലുകളും ഒക്കെ ഏതോ ഒരു സ്വപ്ന ലോകത്തിൻ്റെ ഒരു പ്രതീതിയാണ് ഏതൊരു യാത്രികനും ഉണ്ടാക്കുന്നത്. രാമോജി ഫിലിം സിറ്റിയിലെ പ്രത്യേക ബസ്സുകൾ കൂടാതെ യാത്രക്കാരുടെ തിരക്ക് നിയന്ത്രിക്കുവാനും അവരെ ഈ രാമോജി ഫിലിം സിറ്റിയിലെ അത്ഭുത കാഴ്ചകളിലേക്ക് കൊണ്ടുപോകാനുമായി എടുത്തിരിക്കുന്ന പ്രൈവറ്റ് ബസ്സുകളും അതുപോലെ തന്നെ തെലങ്കാന സംസ്ഥാന റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ ബസ്സുകളും ഒക്കെ തലങ്ങും വിലങ്ങും യാത്രികരെയും കൊണ്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നാം സഞ്ചരിക്കുന്ന ഈ വഴിയുടെ രണ്ട് വശങ്ങളിലുമായി ഒരു സിനിമയ്ക്ക് വേണ്ടുന്ന ലൊക്കേഷനാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് ഒരു വില്ലേജിൻ്റെ ലൊക്കേഷനായാലും ഒരു പട്ടണത്തിൻ്റെ ലൊക്കേഷനായാലും ഫിലിം ഡയറക്ടറുടെ അഭിരുചി അനുസരിച്ച് താല്പര്യമനുസരിച്ച് മാറ്റാവുന്ന രീതിയിൽ നിർമ്മിച്ച് വച്ചിരിക്കുന്ന സെറ്റുകളാണ് നമ്മുടെ മുമ്പിലേക്ക് എത്തിപ്പെടുക. പുറമേ നിന്നും മനോഹരങ്ങളായ ആണെന്ന് നമുക്ക് തോന്നുമെങ്കിലും ഇത് പല സിനിമകൾക്കും ഉള്ള ലൊക്കേഷനായി നിർമ്മിച്ചിരിക്കുന്ന ഔട്ട്ഡോർ ഷൂട്ടിംഗ് സൈറ്റുകളാണ്. ഉള്ളിൽ ഒരു കെട്ടിടം അല്ല എങ്കിൽ കൂടിയും പുറമേ നിന്ന് നോക്കുമ്പോൾ മനോഹരങ്ങളായ കെട്ടിടങ്ങളായി തോന്നിക്കുന്ന ഔട്ട്ഡോർ സെറ്റിങ്ങുകൾ മാത്രമാണ് നമ്മുടെ കൺമുൻപിൽ ഇപ്പോൾ ഉള്ളത്. ഓരോ നിർമ്മിതിയും കാണുമ്പോൾ ഇത്ര മനോഹരമായി എങ്ങനെയാണ് സിനിമയ്ക്ക് സെറ്റിടാൻ പറ്റുക എന്ന് നമുക്ക് അത്ഭുതമേ തോന്നുകയുള്ളൂ. അവിടെ നിന്നും നാം ഈ ലൊക്കേഷൻ്റെ ഉള്ളിലേക്ക് കടക്കുമ്പോൾ സിനിമയുമായി ബന്ധപ്പെട്ട പല ആൾക്കാരുടെയും പ്രതിമകളാണ് നമ്മുടെ കൺമുമ്പിലേക്ക് എത്തിച്ചേരുക. ഒപ്പം തന്നെ ഏത് രീതിയിലാണ് സിനിമ ആവിഷ്കരിക്കുന്നതെന്നും സിനിമ എടുക്കുന്നതെന്നും അത് എഡിറ്റ് ചെയ്യുന്നതെന്നും ഒക്കെ ഉള്ള ഒരു ഡെമോൺസ്ട്രേഷൻ കൂടിയാണ് നമ്മുടെ മുമ്പിൽ ഇപ്പോൾ നടക്കുക. നാം നടന്നു നീങ്ങുമ്പോൾ നമ്മെ കൂടി അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ആണ് ഇവിടുത്തെ സ്ക്രീനിൽ ഡിസ്പ്ലേ തെളിയുന്നത്. സിനിമയുമായി ബന്ധപ്പെട്ട വിവിധ കഥാപാത്രങ്ങളുടെ സ്റ്റാച്ചുകളാണ് നമ്മുടെ കൺമുമ്പിലേക്ക് എത്തിച്ചേരുന്നത്. അങ്ങനെ ഇവിടെയുള്ള നിർമ്മിതികളും സ്റ്റാച്ചുകളും ഒക്കെ കണ്ട് നാം തുടർന്ന് പുറത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പുറത്തേക്ക് നാം എത്തിച്ചേരുമ്പോൾ നമ്മുടെ കൺമുൻപിലേക്ക് മനോഹരങ്ങളായ ഔട്ട്ഡോർ ഷൂട്ടിംഗ് സൈറ്റുകളാണ് എത്തിപ്പെടുക. വിവിധ കളർ സ്കീമുകളും വിവിധ ആകാരങ്ങളും വിവിധ രീതിയിലുള്ള ഭംഗിയും നിറഞ്ഞ ധാരാളം നിർമ്മിതികളാണ് നമ്മുടെ മുമ്പിലേക്ക് എത്തിച്ചേരുന്നത്. ഒരു മനോഹരമായ
അന്തരീക്ഷം നിർമ്മിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഓരോ സെറ്റിങ്ങുകളും ഇവിടെ നടത്തിയിരിക്കുന്നത്. ഇപ്പോൾ നാം എത്തിച്ചേർന്നിരിക്കുന്നത് എയർപോർട്ടിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് നിർമ്മിതിയിലേക്കാണ്. എയർപോർട്ടിനോടനുബന്ധിച്ചുള്ള സിനിമയും ഷൂട്ട് ചെയ്യുന്നതിനായി നിർമ്മിച്ചിരിക്കുന്ന ഒരു താത്കാലിക എയർപോർട്ടാണ് ഇപ്പോൾ നാം പിന്നിട്ട് നമ്മുടെ അടുത്ത ലക്ഷ്യസ്ഥാനത്തേക്ക് നാം ബസ്സിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത ലക്ഷ്യസ്ഥാനത്തേക്ക് നാം നീങ്ങിക്കൊണ്ടിരിക്കുമ്പോഴും നമ്മുടെ മുമ്പിലേക്ക് എത്തിപ്പെടുക ധാരാളം ബസ്സുകളും യാത്ര ചെയ്യുന്ന ധാരാളം യാത്രികരും ഒപ്പം മനോഹരമായി ഡിസൈൻ ചെയ്ത് നട്ടുപിടിപ്പിച്ചിരിക്കുന്ന വൃക്ഷങ്ങളും ദീപസ്തംഭങ്ങളും അതുപോലെ മനോഹരമായി പരിപാലിച്ചു വരുന്ന പൂന്തോട്ടങ്ങളും ഒപ്പം നല്ല നല്ല റോഡുകളുമാണ്. ഇങ്ങനെ മനോഹരമായ പൂന്തോട്ടങ്ങളും ഒക്കെ കടന്ന് നാം നമ്മുടെ യാത്ര മുന്നോട്ട് നീങ്ങുമ്പോൾ നാം നമ്മുടെ അടുത്ത ലക്ഷ്യസ്ഥാനമെന്ന് പറയുന്നത് മറ്റൊരു സിനിമയുടെ ലൊക്കേഷനാണ്. ഒരു മനോഹരമായ ഹോട്ടലോ ഇല്ലെങ്കിൽ പഞ്ചനക്ഷത്ര സൗധമോ ഒക്കെ ഷൂട്ട് ചെയ്യേണ്ട ആവശ്യങ്ങളിലേക്ക് ആയി നിർമ്മിച്ചിരിക്കുന്ന ഒരു നിർമ്മിതിയിലേക്കാണ് എത്തിച്ചേരുക. അങ്ങനെ ഇപ്പോൾ നാം എത്തിച്ചേർന്നിരിക്കുന്നത് ഒരു ജംഗ്ഷനിലേക്കാണ്. ഈ ജംഗ്ഷനിൽ നിന്നും നമ്മുടെ ബസ് മുന്നോട്ട് നീങ്ങുമ്പോൾ നമ്മുടെ ബസ്സിൻ്റെ ഇരുവശങ്ങളിലുമായി നമുക്ക് കാണാൻ സാധിക്കുക മനോഹരമായി നിർമ്മിച്ചിരിക്കുന്ന നടപ്പാതകളും റോഡുകളും നട്ടുപിടിപ്പിച്ചിരിക്കുന്ന വൃക്ഷങ്ങളും ഒപ്പം നല്ല നല്ല ഡിസൈനോട് കൂടിയ വിളക്കുകാലുകളും മറ്റുമാണ്. എതിരെ വരുന്ന ഓരോ ബസ്സിലും നിറയെ യാത്രക്കാരാണ്. ഈ മഹാ അത്ഭുതം കാണാനായി ഏതാണ്ട് 5 ലക്ഷത്തോളം പ്രവാസികരാണ് ഓരോ ദിവസവും ഈ രാമോജി ഫിലിം സിറ്റിയിലേക്ക് എത്തിച്ചേരുക. ഈ രാമോജി ഫിലിം സിറ്റിയിലേക്ക് ഉള്ള പ്രവേശന ഫീസായി ഇവർ ഈടാക്കുന്നത് 1742 രൂപയാണ് ഓരോ വ്യക്തിക്കും. അതുകൂടാതെ 4 സ്റ്റെപ്പിലുള്ള സെക്യൂരിറ്റി പരിശോധനയ്ക്ക് ശേഷമാണ് ഇവിടെ ഉള്ളിലേക്ക് കടത്തിവിടുക. ഉള്ളിൽ കടന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എല്ലാവിധ സൗകര്യങ്ങളും ഇവർ ഒരുക്കിയിട്ടുണ്ട്. ധാരാളം നന്നായി പരിപാലിച്ചു വരുന്ന വാഷ്റൂം ഫെസിലിറ്റിയും ഒപ്പം തന്നെ ക്യാൻറ്റീൻ ഫെസിലിറ്റിയും മറ്റ് അനേക ഫെസിലിറ്റികളും ഇവിടെ ലഭ്യമാണ്. ഉച്ചയ്ക്ക് ഭക്ഷണത്തിനായി വെജിറ്റേറിയനും നോൺ വെജിറ്റേറിയനുമായ ബഫേ സ്റ്റാളുകൾ ധാരാളമായി ഇവിടെയുണ്ട്. ഉച്ചയ്ക്ക് വെജായാലും നോൺ വെജായാലും ഒരാൾക്ക് ബഫേയിൽ പങ്കെടുക്കുവാൻ 450 രൂപയാണ് നൽകേണ്ടത്. വളരെ രുചികരമായ ഭക്ഷണമാണ് ബഫേയിൽ നമുക്ക് ആസ്വദിക്കാൻ പറ്റുക. അതുകൂടാതെ ധാരാളം ക്യാൻറ്റീനുകളും ഐസ്ക്രീം പാർലറുകളും മറ്റും ഇവിടെ ലഭ്യമാണ്. ഉച്ചയൂണിന് 450 രൂപയാണെങ്കിൽ ഒരു കപ്പ് ചായയ്ക്ക് ഇവിടെ 25 രൂപ മുതൽ 100 രൂപ വരെയാണ് ഈടാക്കുന്നത്. പലതരം ചായകളും പലതരം സ്നാക്സുകളും അതുപോലെ തന്നെ പലതരം ഐസ്ക്രീമുകളും ഒക്കെ ഇവിടെ ലഭ്യമാക്കിയിരിക്കുന്നു. അങ്ങനെ നമ്മുടെ യാത്ര മുന്നോട്ട് നീങ്ങുമ്പോൾ റോഡിന് ഇരുവശവും വെച്ചുപിടിപ്പിച്ചിരിക്കുന്ന ധാരാളം പൂന്തോട്ടങ്ങളാണ്, ധാരാളം പൂച്ചെടികളാണ് നമ്മുടെ കൺമുൻപിലേക്ക് എത്തിപ്പെടുക. നമുക്കെതിരെ വരുന്ന ഈ വാഹനമാണ് രാമോജി ഫിലിം സിറ്റിയിലെ പ്രത്യേകമായി ഡിസൈൻ ചെയ്ത് യാത്രക്കാരെ കൊണ്ടുപോകാനായി ഉപയോഗിക്കുന്ന ബസ്സുകൾ. ഏതാണ്ട് 45 പേർക്ക് ഇരുന്ന് സഞ്ചരിക്കാവുന്ന രീതിയിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന നല്ല ബസ്സുകളാണ് ഓരോന്നും. ഏത് ദിക്കിൽ നിന്നും മനോഹരമായ കാഴ്ചകൾ കാണാനുള്ള രീതിയിലാണ് ഓരോ ബസ്സും നിർമ്മിച്ചിരിക്കുന്നത്. ഇങ്ങനെ നാം നടന്ന് ചെല്ലുമ്പോൾ
ഒരു ഗോപുരത്തിനടിയിലായി ആൾക്കാർ കൂടി നിൽക്കുന്നത് കാണാനിടയായി. അങ്ങനെ അവിടെ നടന്ന നാടോടി നൃത്തവും കണ്ട് നാം മുന്നോട്ട് നീങ്ങുമ്പോൾ ഔട്ട്ഡോർ ഷൂട്ടിങ്ങിനായി സെറ്റ് ചെയ്തിരിക്കുന്ന മനോഹരങ്ങളായ ഉദ്യാനങ്ങളാണ് നമ്മുടെ കൺമുമ്പിലേക്ക് എത്തിച്ചേരുക. ഏതൊരു സിനിമയ്ക്കും ലൊക്കേഷനാകാൻ രീതിയിലുള്ള നല്ല നല്ല ഉദ്യാനങ്ങളാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. മനോഹരമായ പാട്ടുകൾ ഷൂട്ട് ചെയ്യാനും അതുപോലെ തന്നെ മനോഹരങ്ങളായ ദൃശ്യങ്ങൾ എടുക്കാനും ഉള്ള പല പല രീതിയിലുള്ള ഗാർഡൻസ് ആണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ഈ ഓരോ കാഴ്ചകളും കണ്ട് നമ്മുടെ അടുത്ത ലക്ഷ്യസ്ഥാനത്തേക്ക് സംഘത്തിലെ ഓരോരുത്തരും നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്.